ഹായ്, എൻ്റെ പേര് ഹിബ എം ടി. ഞാൻ ഇഗ്നൈറ്റ് അക്കാഡമിയുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 6th ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. അതോടൊപ്പം തന്നെ HR സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് MBA സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് കൂടെയാണ്. എനിക്ക് വർക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയാണ്. അതിൽ ഹോസ്പിറ്റാലിറ്റിയിൽ തന്നെ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഹോസ്പിറ്റൽ സെക്ടറാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കോഴ്സിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് വിത്ത് ഇഗ്നൈറ്റ് ഈ ഒരു ജേർണി എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആൻഡ് മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. കാരണം ഇഗ്നൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കോഴ്സ്, ഇഗ്നൈറ്റിൻ്റെ കൂടെ ബിഫോർ ദ കോഴ്സ് ആൻഡ് ആഫ്റ്റർ ദ കോഴ്സ് ഹ്യൂജ് എന്താ പറയുക ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് വരുന്നതിന് മുന്നേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോസ്പിറ്റൽ എന്താണ്, ആ ഹോസ്പിറ്റലിൽ എന്തിനു വേണ്ടി പോകുന്നത്, അത്തരം സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമേ എനിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആഫ്റ്റർ ദ കോഴ്സ് നമുക്ക് ഒരു കംപ്ലീറ്റ് പിക്ചർ അബൌട്ട് ഒരു ഹോസ്പിറ്റൽ നമുക്ക് കിട്ടി. അതിപ്പോൾ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആവട്ടെ, ഇപ്പം ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആവട്ടെ, ഈച്ച് ആൻഡ് എവറി ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, ആൻസിലറി ഏരിയാസ്, മെഡിക്കൽ ടെർമിനോളജീസ്, അത്തരം ഒരു ഹോസ്പിറ്റലിനായിട്ട് ഡീൽ ചെയ്ത് വരുമ്പോഴുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ഡീപ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇഗ്നൈറ്റിൻ്റെ സിലബസ് ഉള്ളത്. ആൻഡ് അത് വളരെ ഇൻഫർമേറ്റീവാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് അബൌട്ട് ഇഗ്നൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇനി നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ തന്നെ നമുക്കൊരിക്കലും ഒരു ഏലിയനേറ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവില്ല. കാരണം വൺ വേ അത് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഒരു ഏകദേശ ഐഡിയ, ഒരു വളരെ ഗുഡ് പിക്ചർ തന്നെ നമ്മൾക്ക് ഉണ്ടാവും. അതെന്ന് പറയുന്നത് ഇഗ്നൈറ്റിന് വളരെ വളരെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ പറയാനുള്ളത് എൻ്റെ ട്രെയിനറിനെ പറ്റിയിട്ട്, നമ്മുടെ ഫറാൻ സാറ് ഹി ഡിഡ് എ വെരി ഗുഡ് ജോബ്. കാരണം സാറിൻ്റെ ലെക്ചർ സെഷൻസ് എന്ന് പറയുന്നത് വളരെ ഇൻഫർമേറ്റീവായിരുന്നു. ഓരോ കോൺസെപ്റ്റും സാറ് നമ്മളിലേക്ക് എത്തിച്ച് തന്നിട്ടുള്ളത്. ഇപ്പോൾ തിയറീസാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. പക്ഷേ സാറ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നമ്മളുടെ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ, നമ്മളൊരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം എങ്ങനെയാണത് നമ്മൾ ആക്ഷനിലൂടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മൾ വെരി ഗുഡ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് സാർ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. വളരെ സ്മൂത്തായിട്ട് വളരെ അടിപൊളിയായിട്ട് തന്നെ സാർ നമ്മൾക്ക് ആ ഒരു കോൺസെപ്റ്റ്സ് ഫുൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. വെരി ബിഗ് താങ്ക്സ് ഫോർ ദാറ്റ്. പിന്നെ കമ്മിങ് ടു മൈ പ്രോജക്റ്റ്, ഞാൻ മെൻഷൻ ചെയ്ത പോലെ ഞാൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. അപ്പം അതിൽ നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വളരെ നാരോ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഈ ഹ്യൂമൻ റിസോഴ്സിൻ്റെ എവല്യൂഷൻ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരുന്നു ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, അവരുടെ സിഗ്നിഫിക്കൻസ് എന്താണ്, അവർ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, കോണ്ടൻറ്റ് എന്താണ്, അവിടുത്തെ ഫങ്ഷനിങ്, അവരുടെ ഓർഗനൈസേഷൻ, സൂപ്പർവിഷൻ, ഡയറക്ഷൻ, കൺട്രോൾ, അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓൾമോസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ഉള്ളൊരു സ്റ്റഡിയാണ് ഞാൻ എൻ്റെ പ്രോജക്റ്റിലൂടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു എംപ്ലോയി, ഒരു ഹോസ്പിറ്റലിനുള്ളിൽ HR ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് ഫോർ ഹിസ് ഹെൽപ്പ് ഓർ ഹെർ ഹെൽപ്പ്, അത്തരം രീതിയിലാണ് ഞാൻ എൻ്റെ പ്രോജക്റ്റിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, കൊണ്ടുപോയിട്ടുള്ളത്. ആൻഡ് ഐ എം സൂപ്പർ ഹാപ്പി, ഐ എം വെരി ഹാപ്പി ദാറ്റ് ഇറ്റ് വെൻറ്റ് വെൽ. ആൻഡ് ഓൾ ടുഗെദർ പറയുകയാണെങ്കിൽ വിത്ത് Ignite, I'm super happy that I did this course. Ignite choose course ചെയ്യാൻ വേണ്ടി Ignite choose ചെയ്തതിൽ I'm very happy and I'm forever grateful to Ignite. Thank you, Ignite.